ഈ വീഡിയോ കാണുന്ന മിക്കവർക്കും ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ടെങ്കിലും ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒരു ഇമേജ് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫോണിലുള്ള അതേ ക്വാളിറ്റിയിലായിരിക്കില്ല ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് അത് പോസ്റ്റ് ആവുന്നത്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ഇങ്ങനെ ക്വാളിറ്റി കുറയാനുള്ള കുറച്ച് റീസൺസും പിന്നെ അതെങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന ഇമേജസിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. സോ ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. സോ നിങ്ങൾ ഇമേജിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇൻ്റർനെറ്റ് സ്പീഡ്. ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു ഇമേജ് അപ്ലോഡ് ഇൻസ്റ്റാഗ്രാമിലേക്ക് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന വിധം നല്ല നെറ്റ് സ്പീഡുള്ള സ്ഥലത്ത് നിന്ന് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ലോ സ്പീഡുള്ള സ്ഥലത്ത് നിന്ന് ഒരു ഇമേജ് പോസ്റ്റ് ചെയ്യുമ്പം അവിടെ കുറച്ച് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് വരാൻ ചാൻസ് ഉണ്ട്. എഡിറ്റിങ്ങും കളർ ഗ്രേഡിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പം ഒന്ന് ക്രോപ്പ് ചെയ്യുക. ക്രോപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഡയമെൻഷൻസ് 4:5 എന്നാണോ എന്ന് നോക്കാം. 4:5 അല്ലെങ്കിൽ ആ ഇമേജിൻ്റെ ആസ്പെക്ട് റേഷ്യോ ഒന്ന് 4:5 ആക്കി കൊടുക്കുക. എന്നിട്ട് സാധാ നിങ്ങൾ ആപ്പിൽ എങ്ങനെയാണോ സേവ് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾ സേവ് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്യുക. ഇവിടെ സേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. ഇമേജ് ടൈപ്പ് JPG എന്നാണോ എന്ന് നോക്കുക. പിന്നെ ഇമേജ് ക്വാളിറ്റി 100% എന്നാണോ എന്ന് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഇമേജ് ഡിമെൻഷൻസ് അത് കസ്റ്റം കൊടുക്കുക. പിന്നെ പറയാനുള്ളത് റെസൊല്യൂഷനാണ്. റെസൊല്യൂഷൻ 1080p കൊടുക്കാം. ഇൻസ്റ്റഗ്രാമിൽ സപ്പോർട്ട് ചെയ്യുന്ന മാക്സിമം റെസൊല്യൂഷന് 1080p ആണ്. അപ്പോൾ 1080p തന്നെ കൊടുക്കാം. അല്ലെങ്കിൽ റെസൊല്യൂഷൻ കൂടി കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം അതിനെ കംപ്രസ് ചെയ്ത് അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ക്വാളിറ്റി ലോസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 1080p കൊടുക്കാം. എന്നിട്ട് ഓക്കെ സേവ് ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് വേറൊരു കാര്യത്തിലേക്ക് പോകാം. അതിന് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ആപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഈ കാണുന്ന ഈ ടാബിലേക്ക് പോവുക. എന്നിട്ട് ഈ മേലെ കാണുന്ന ഈ 3 ഡോട്ട്സ് പ്രസ് ചെയ്യുക. എന്നിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അക്കൗണ്ടിൽ പോവുക. അക്കൗണ്ടിൽ പോയിട്ട് സെല്ലുലാർ ഡാറ്റ യൂസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാകും, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഡാറ്റ സേവർ എന്നൊരു ഓപ്ഷന് ഓൺ അല്ലെങ്കിൽ ഓൺ ആക്കുക. എന്നിട്ട് അതിൻ്റെ നേരെ താഴെ ഹൈ റെസൊല്യൂഷൻ മീഡിയ എന്നൊരു ഓപ്ഷനും പാടുണ്ട്, അതിൽ സെല്ലുലാർ പ്ലസ് വൈഫൈ സെലക്ട് ചെയ്യുക. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പാടുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് ഈ ഒരു ടാബിലേക്ക് പോയിട്ട് മേലെയുള്ള 3 ഡോട്ട്സ് സെലക്ട് ചെയ്ത് സെറ്റിങ്സ് പോവുക. സെറ്റിങ്സ് പോയിട്ട് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒറിജിനൽ പോസ്റ്റ് എന്നൊരു ഓപ്ഷൻ കണ്ടില്ലേ, അത് ഓപ്പൺ ആക്കുക. എന്നിട്ട് ഇവിടെ 3 ഓപ്ഷൻ ഉണ്ട്, അതിൽ 3 ഓൺ ആക്കിയിട്ടിട്ടാണോ ഒന്ന് നോക്കുക. ചിലപ്പോൾ നിങ്ങളിൽ ഓഫ് ആണെങ്കിൽ അത് ഓൺ ചെയ്യുക. ഇതൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.